ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരുന്നത് 10 വയസ്സായ കുട്ടികൾക്കുള്ള ഫ്ലീറ്റഡ് ടോപ്പിൻ്റെ കട്ടിംഗ് ആണ് കാണിച്ചിരുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലാണിത്. സെമി കോട്ടൺ ആണ് മെറ്റീരിയൽ. 1.5 മീറ്റർ ഫ്ലീറ്റ് ഇടാനും അതുപോലെ 1/2 മീറ്റർ യോക്ക് പോർഷനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ യോക്ക് പോർഷന് പ്രിൻസസ് കട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നോർമൽ ബാലൻസ് എടുക്കുന്നതിനേക്കാളും 1.5 ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. 6.5 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. 13 ഇഞ്ചാണ് ടോട്ടൽ ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 ഇഞ്ച് പ്ലസ് 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും പിന്നെ 1.5 ഇഞ്ച് നമ്മൾ പ്രിൻസസ് കട്ട് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും 4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1/2 ഇഞ്ച് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 ഇഞ്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ റാ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് ആം ഹോൾ ടോട്ടൽ എത്രയും നോക്കുക, അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുക. അതുപോലെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ് ടോട്ടൽ അരവട്ടം വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാക്കി നമ്മൾ എടുക്കുക. പകുതി എന്ന് പറയുമ്പോൾ 4/1 ഭാഗമാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ പകുതി 11 പകുതി നമുക്ക് 5.25 ഇഞ്ചാണ് വരുന്നത്. പ്ലസ് സാധാരണ നമ്മൾ മുന്നിട്ട് കൊടുത്ത മാതിരി 3 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും പ്ലസ് പ്രിൻസസ് കട്ടിനുള്ളതും കൂടിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ വേസ്റ്റിൻ്റെ അവിടുത്തെ റൗണ്ട് എത്രയും നോക്കുക. ടോട്ടൽ വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി വരുന്നത് 3 ഇഞ്ചിലാണ്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആം ഹോളിലും നോക്കുക. ആം ഹോൾ 6 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയും പകുതി 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ട് നന്നായി വൃത്തിക്ക് വരച്ചെടുക്കുക കേട്ടോ. പിന്നെ താഴേക്ക് വരുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്തേക്കും ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് കിട്ടുന്നിടത്തോളം എടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഫ്രില്ല് വരുമ്പോഴാണ് അത്രയും ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.